ഹലോ ഗേസ്, ഞാനും ഫോൺ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു വീഡിയോ കണ്ടത് ഗേസ്. വീഡിയോ എന്താണെന്ന് ഗേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രീ ഫയറിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളാണ്. ഫ്രീ ഫയർ ഗേസ് അതിൻ്റെ ടാബൊന്ന് ഓഫായി. ഫ്രീ ഫയർ ഗേസ് ബാനായി പറഞ്ഞിട്ടൊരു വീഡിയോ 1 മണിക്കൂറായിട്ടുള്ള ഗേസ് ഈ വീഡിയോ ഇട്ടിട്ട്. ഇതൊന്ന് കേട്ടോക്കെ ഗേസ് നിങ്ങൾ. ഇതേപോലെ തന്നെയാണ് കേസ് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾക്കും കാര്യങ്ങളും ഇതേ തന്നെ വന്നത്. കുറെ വ്യൂവേഴ്സ് ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഫ്രീ ഫയർ ബാനായി എന്നാണ് പറയുന്നത്, ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ടാബിലും കാര്യങ്ങളും ഇതാ അവിടെ ഫ്രീ ഫയർ കയറുമ്പോൾ അതേ തന്നെയാണ് കയറുന്നത്. ലോഗിൻ ഫെയിലേഡ്, പ്ലീസ് ട്രൈ അഗൈൻ. നമ്മളിതാ മോർക്ക് പോയിട്ട് ഇതാ ഗേസ് വീണ്ടും നോക്കി ഇരിക്കന്നെയാണ് ഗേസ്. കുറേ നേരമായി ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല കണ്ട ഗേസ്. വീണ്ടും കാണിക്കുന്നുണ്ട് ലോഗിൻ ഫെയിലേഡ്, പ്ലീസ് ട്രൈ ലോഗിൻ ഔട്ട് ഫാസ്റ്റ് അൺനോൺ എറർ കാണിച്ചിട്ട്. എന്താ വിഷയം കാര്യങ്ങളും നമുക്കറിയില്ല. കുറേ ലൈവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് ലൈവുകൾ എടുത്ത് നോക്കാം. കുറേ നേരമായി ലൈവ്. അക്ഷയ എന്ത് ചെയ്താ കേസ്. അടുത്ത പ്രശ്നം ഇതൊക്കെ വേറൊരു ചങ്ങായിൻ്റെ അടുത്ത വീഡിയോ. ഇത് ഹിന്ദിയാണ് കേസ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് സെർവർ ബിസി, അതേപോലെ തന്നെ പ്ലീസ് വെയിറ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിൽ എഴുതി കാണിക്കുന്നുണ്ടോ. സോ ഈ ഒരു കാര്യം കൊണ്ട് കുറേ പേര് പാനിക് ആകുന്നുണ്ട്. എന്താ എൻ്റെ അക്കൗണ്ട് പറ്റി, എൻ്റെ അക്കൗണ്ട് ബാനായി എന്നൊക്കെ പറഞ്ഞ് പൈസ. അതേപോലെ ഇതിൽ സോൾവ് ആക്കാനുള്ള വഴി ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു നോക്കാൻ വേണ്ടി പോകുന്നത്. സോ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായ പരിപാടികളുണ്ടാവും. സോ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയർ സ്വന്തം ഒഫീഷ്യലായിട്ട് തന്നെ ഫ്രീ ഫയർ ഇന്ത്യൻ പ്ലേയേഴ്സിനടുത്ത് തന്നെ ഈ സമയത്തേക്ക് മെയിനൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഈ സമയത്ത് കളിക്കാൻ സാധിക്കുന്നത്. സംതിങ് എന്തോ മെയിനൻസും കാര്യങ്ങളും ചെറിയൊരു അപ്ഡേറ്റിംഗ് ആൾക്ക് വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു സെർവർ ബിസി കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്നുണ്ടായൊരു മിസ്റ്റേക്ക് അല്ല. ഗരേനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു മെയിനൻസ് കാര്യങ്ങൾ വന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം എപ്പോൾ മാറുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴാണ് മാറുന്നത്, എപ്പോഴാണ് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നതിനെ പറ്റിയൊന്നും ഗരേന ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ആൾക്കാർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ VPN ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ VPN വെച്ച് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യൻ സെർവറിൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് വേറെ അക്കൗണ്ടിലൊക്കെ കയറാൻ പറ്റും. അതായത് വേറെ സെർവറിലൊക്കെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അതിൽ കളിക്കാൻ പറ്റും. ബട്ട് നമ്മുടെ ഈ ഒരു മെയിനൻസ് വന്നിട്ടുള്ള ഇന്ത്യൻ സെർവറിലാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളും സെർവർ ബിസി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങളാരും പാനിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ റെഡി ആയിക്കോളും. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് പ്രശ്നമല്ല, അക്കൗണ്ട് ബാനോ അല്ലെങ്കിൽ അങ്ങനെ ഹാക്ക് മീൻസ് അത് അങ്ങനെയുള്ളൊരു വിഷയമല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇത് വലിയ സീനുള്ള കാര്യമല്ല. സോ അപ്പോൾ ഈ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടിക്കുക. ഓക്കെ, ബൈ ഗൈസ്. ഇതേപോലെയാണ് ഗേസ് ഫ്രീ ഫയറിന് പറ്റിയിട്ടുള്ളത് ഗേസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗേസ്.